പെൺകുട്ടികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്, പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് സ്കൂളിലിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ മത പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ, അതുപോലെ തന്നെ സമുദായ സംഘടനകളുടെ തലവന്മാരൊക്കെ തന്നെ ഒരു കാര്യം ഓർക്കുക, ഈ പുരോഗമന ചിന്താഗതിയിലല്ല ഇവരുടെ നീക്കങ്ങളെങ്കിൽ പുതിയ തലമുറ ഇതൊന്നും കണ്ടിരിക്കാൻ പോകുന്നില്ല. ഇവർക്കെതിരെ ശക്തമായി നീങ്ങും. ഇവരെ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയുന്ന സമീപനത്തിലേക്ക് പുതിയ തലമുറ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പുതിയ തലമുറയുടെ ചിന്താഗതി ഇതൊന്നുമല്ല. അവരെ സ്വാധീനിക്കുന്ന പുരോഗമന ആശയത്തിലേക്ക്, പുരോഗമന ചിന്താഗതിയിലേക്ക് നമ്മുടെ സാമുദായിക നേതാക്കന്മാരും മതനേതാക്കളും ഒക്കെ തന്നെ മാറിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാകാൻ പോകുന്നത്. ഇനി സൂംബ ഡാൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരു സൂംബ ഡാൻസ് അല്ലെങ്കിൽ ഒരു കായിക ഇനം കുട്ടികളിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കുട്ടികൾ കളിച്ച് വളരണം, അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം വളരണം, അതിൽ പുരോഗതി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. തീർച്ചയായും ലഹരിയിലൊക്കെ തന്നെ നമ്മുടെ യുവതലമുറ വഴുതി വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കളിക്കളങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന പുതിയ മേഖലകൾ ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും.